ഹെഡ്മാഷ് കുട്ടിയെ ചേർക്കാൻ വരുമ്പോൾ കുട്ടിയോട് ചോദ്യം ചോദിക്കുന്ന രംഗാണ്. മോനെ, നിന്റെ പിതാവിന്റെ പേരെന്താ? അൻവർ റഷീദ്. മോനെ, നിന്റെ മാതാവിന്റെ പേരെന്താ? ലക്ഷ്മി ദേവി. നിന്റെ പേരെന്താ? ജീവൻ. നിനക്ക് ഏതാ മതം? പ്രത്യേകിച്ച് മതമൊന്നുമില്ല, വലുതാകുമ്പോ മതം വേണമെന്ന് തോന്നിയാലോ ഇഷ്ടമുള്ളതാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബുക്കിലെ പാഠം വന്നത്. ആ ബുക്കിനെതിരെ ആരൊക്കെ വന്നു? കാന്തപുരം ഉസ്താദ് പറഞ്ഞു എൻ അലി അബ്ദുള്ളയോട് അതിനെ പോയി തിരുത്തണം. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു ആ ബുക്ക് പോയിട്ട് തിരുത്തണം. പിണങ്ങോട് അബൂബക്കറിനെ പറഞ്ഞയച്ചു. കാഞ്ഞാർ മൂസ മൗലാന കേരളത്തിലെ ആലിമീങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നിട്ട് അബ്ദുറഹ്മാൻ എണ്ടത്താണിയും കുട്ടി അഹമ്മദ് കുട്ടി സാഹിബും CT അഹമ്മദ് അലിയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ച് അച്യുതാനന്ദന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിട്ടാണ് ആ പുസ്തകം പിൻവലിച്ചത്. മറ്റൊന്നോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന മദ്രസകളെ അവതാളത്തിലാക്കാൻ സ്കൂൾ പഠനം 8 മണിക്ക് ആരംഭിക്കണം എന്ന് പറഞ്ഞ ഗവൺമെന്റ് അവര്. നിങ്ങൾ ആലോചിക്കണം, ആ 8 മണിക്ക് സ്കൂൾ പഠനം ആരംഭിച്ചാൽ മദ്രസ അവതാളത്തിലാകും. അല്ലെങ്കിൽ തന്നെ നമ്മളെ കുട്ടികളെ ഈ രംഗത്ത് പഠിപ്പിച്ച് വലുതാക്കിയിട്ട് നമുക്ക് നേരെ ചൊവ്വ കിട്ടുന്നില്ല. ഈ സമയത്താണ് കുട്ടികളെ വേണ്ടാത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ മദ്രസ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം നടത്തിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. മാത്രാണോ? നിങ്ങൾക്ക് ഓർമ്മല്ലേ, കഴിഞ്ഞ ഹജ്ജിന്റെ സീസണിൽ കടവത്തൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടാൻ വീട്ടുകാരോട് സമ്മതം ചോദിച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് മക്കയിലേക്ക് പുറപ്പെട്ട ഹാജിമാരെ കടവത്തൂരിലിട്ട് നേരെ സഹോദരിമാരടങ്ങുന്ന സ്ത്രീകളടങ്ങുന്ന സംഘത്തെ കേരള ചരിത്രത്തിൽ BJP പോലും ചെയ്യാത്ത പണിയാണ് ഈ മാർക്സിസ്റ്റുകാർ ചെയ്തത്. അവിടെ ഹാജിമാരെ ആക്രമിച്ചു. ആ ഹജ്ജിന് പോയി വന്ന ആൾക്കാർ തിരിച്ചു വന്നപ്പോ അവിടെയുള്ള നാട്ടുകാർ ചോദിച്ചു ഈ കൊല്ലത്തെ ഹജ്ജ് എങ്ങനെ ഉണ്ടായിരുന്നു? അവര് പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സഫാ മർവന്റെ ഇടയിൽ ഓടുമ്പോൾ ഒരു ചെറിയ കിതപ്പുണ്ടായിരുന്നു. എന്ന പോലെ തന്നെ വിമാനം പൊന്തുമ്പോൾ ഒരു ചെറിയ ബേജാറുണ്ടായിരുന്നു. വിമാനം ഇറങ്ങുമ്പോൾ ഇതേപോലെ ഒരു ബേജാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഹജ്ജ് ഭയങ്കര റാഹത്തുള്ള സംഭവമാണ്. പക്ഷെ അറിയാൻ വേണ്ടി പറയാണ്, വരണ കൊല്ലം ഹജ്ജിന് പോകുന്നവര് ശ്രദ്ധിച്ചോളണോ, ഹജ്ജ് വളരെ പരമപ്രധാനാണ്, നല്ല കാര്യമാണ്, എവിടെയും ശ്രദ്ധിക്കേണ്ടതില്ല. പെരേന്ന് പുറപ്പെടുമ്പോ കടവത്തൂരെത്തിയ ഒരു അടി കിട്ടും, ബാക്കിയൊക്കെ സുഖാന്നാ പറഞ്ഞത്. അപ്പൊ ഹജ്ജിന്റെ കർമ്മത്തിൽപ്പെട്ടതാണ് ഈ അടി എന്ന് തോന്നുന്ന രൂപത്തിലാണ് കടവത്തൂരിലെ ഹാജിമാരെ ഇവർ ആക്രമിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഉള്ള സമയം കൊണ്ട് ഈ വേണ്ടാത്തരം മുഴുവൻ ചെയ്ത ഈ ഗവൺമെന്റിനെ ഏത് നിലക്കും ഈ മണ്ണിൽ നിന്ന് കെട്ടിക്കേണ്ട ചുമതല നമുക്കാണ്. നമ്മുടെ നാട്ടിൽ സ്കൂളുകളും കോളേജും ഇല്ലാത്ത കാലത്ത് അത് നൽകാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായപ്പോ ഇവരെന്താ ചെയ്തത്? മലപ്പുറത്തുകാർ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാറില്ല എന്ന് പറഞ്ഞ ഇവര് നമ്മൾ കോളേജ് കൊടുത്തപ്പോ ഗവർണർക്ക് കത്തെഴുതിയ ആളാണ് ഈ അച്യുതാനന്ദൻ. എന്നിട്ട് നമ്മളെ കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ സൗദാബി എന്ന് പറയുന്ന പെൺകുട്ടി 1ാം റാങ്ക് വാങ്ങിയിട്ട് എവറസ്റ്റ് കൊടുമുടിമ കയറി നിന്ന് ആ സൗദാബി 1ാം റാങ്ക് വാങ്ങിയപ്പോ ഈ അച്യുതാനന്ദനാ പറഞ്ഞത് എന്ത്? കോപ്പി അടിച്ച് പാസ്സാകുന്നു. കോപ്പി. ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളുടെ നാട്ടിൽ വന്നിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം നിങ്ങളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തിന് നിങ്ങൾ അല്പസമയം അദ്ദേഹവുമായി ചിലവഴിക്കണം. അദ്ദേഹം നിങ്ങളുമായി വോട്ട് ചോദിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കോടിക്ക് വോട്ട് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക.